നമസ്കാരം. നമ്മളിന്നൊരു ഇലക്ട്രിക്കൽ വണ്ടി വാട്ടർ സർവീസ് നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയേ. ഇത് ചാർജിങ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു അംശം കയറി പോകരുത്. പിന്നെ ബാക്കിൽ ഒരു മൊബൈലിൻ്റെ ചാർജിങ് പോയിൻ്റ് ഉണ്ട്, അതായത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു സെൻസറിൻ്റെയാണ്, അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് അടച്ചിട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് അതിൻ്റെ ആ ക്യാപ്പ് പ്രസ് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവില്ല. വാട്ടർ സർവീസ് ഇപ്പോൾ ബാക്കിലൊരു മോട്ടറാണ് ഉള്ളത്, പിന്നെ വേറെ അതിന് വലിയ ഇതൊന്നും ഇല്ല. ഇതിൻ്റെ അടിയിലാണ് മോട്ടറുള്ളവരാണുള്ളത്. അപ്പോൾ അതിൻ്റെ എയർ കറക്റ്റായിരിക്കണം കേട്ടോ. 3 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഈ എയർ ചെക്ക് ചെയ്യണം. എയർ കുറയാൻ പാടില്ല. എയർ കുറഞ്ഞാൽ മോട്ടറിൻ്റെ അവിടെ ഒരു ടച്ചിങ് വരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ടർ സർവീസ് നടത്തണമെന്നൊന്നും കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു, വാട്ടർ സർവീസ് നടത്തി കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും വണ്ടി, അങ്ങനെയുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ടയറിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, എയർ കേട്ടോ. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പറയുന്നത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വില വന്നത് 1,43,000 രൂപയാണ് നമുക്ക് വന്നത്. CC ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5,400 ഇപ്പം എന്തോ 4,000 രൂപ കൂടിയിട്ടുണ്ട്. 4,000 രൂപ അധികം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ സർവീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. എന്തെങ്കിലും ഇനി റോങ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി പറയാനായിരുന്നു. അങ്ങനെ കാണിച്ച് ഒരു കുഴപ്പമൊന്നും കണ്ടില്ല, പഴയ പോലെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അത് 2ാം ഘട്ടം അതിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് കാണിച്ചിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. എല്ലാവരും അപ്പോൾ ഒരു അറിവില്ലായ്മ ആയിരിക്കാം ഇങ്ങനെ സർവീസ്. അപ്പോൾ ആ ഷോറൂമുകാർ പറയുന്നുണ്ട്, പക്ഷെ പുറത്തുള്ള ആളുകളാണ് അതിനൊരു ഇത് ചെയ്യണത്. ഇങ്ങനെ മീറ്ററിൽ വെള്ളം കയറും, ടച്ചിങ്, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവും, അങ്ങനെയൊക്കെ ഉള്ളൊരു തെറ്റായൊരു ധാരണ ഉണ്ടായിരുന്നു. ഇത് ചാവിയാണ്, ഡിസ്പ്ലേ അല്ല കേട്ടോ. ഡിസ്പ്ലേയുടെ ഇതിൽ ഒന്നുമില്ല, അതിൽ ചാർജിങ്ങിൻ്റെയും കിലോമീറ്ററൊക്കെ കാണിക്കുകയുള്ളൂ. എനിക്കിതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി സെല്ലായിട്ട് മാറാൻ പറ്റുമെന്ന് പറഞ്ഞ്. ബാറ്ററി മൊത്തത്തിൽ മാറണ്ട, മൊത്തത്തിൽ മാറണമെങ്കിൽ 40,000 രൂപയോളം വരും, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ചേട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ, സെറ്റാക്കി തന്നു. നമ്മൾ പുത്തഞ്ചിറയിലുള്ളൊരു മാളയ്ക്ക് പോകുന്ന വഴിയിലുള്ള പുത്തഞ്ചിറയിലുള്ളൊരു സർവീസ് സെൻ്ററിലാണ് കൊടുത്തത്. എന്തുകൊണ്ടും നല്ല രീതിയിൽ ചെയ്ത്. ഇത് വണ്ടി എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് സർവീസാണ് കേട്ടോ. ഇങ്ങനെ വാട്ടർ സർവീസ് ചെയ്യണത് ഫസ്റ്റാണ്. ഞാൻ തന്നെയായിരുന്നു സർവീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് കൊടുത്തു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അതിപ്പോൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യാണ്, ബാക്കി വർക്കും കൂടി ചെയ്യാനുണ്ട്. എയർ വെള്ളത്തിൻ്റെ ചെറിയ അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ അവിടെ ഒന്നും വെള്ളമൊന്നും കയറിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ നോക്കിയത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. എല്ലാവരും ഒരു തെറ്റായൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരായാലും പറയണ്ടേ വാട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തത്. ഇത് തുടച്ചുള്ളൂ കേട്ടോ, തുണി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നനഞ്ഞ തുണി വെച്ച് തുടച്ചതെന്ന് വെച്ചാൽ ഈ മറ്റേ മൊബൈലിൻ്റെ ചാർജിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് നനഞ്ഞ തുണി വെച്ച് ഉള്ളിൽ തുടച്ചു, എന്നിട്ട് എയർ അടിച്ച്, അത്രേ ഉള്ളൂ. ഇതിൽ വെള്ളം സർവീസ് ചെയ്തിട്ടില്ല, വെള്ളം അടിച്ചിട്ടില്ല. വെള്ളം അടിക്കാതെയാണ് ആ ചേട്ടൻ ഇങ്ങനെ ചെയ്തത്, നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.